ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ഉള്ളുപൊള്ളിക്കുന്ന ജീവിതം അനുഭവമാക്കി സമൂഹത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച KV റാബിയയ്ക്ക് പത്മശ്രീ പുരസ്കാരം. അരയ്ക്ക് താഴെ തളർന്ന ശാരീരിക പരിമിതികളെ മറികടന്ന റാബിയ പുരസ്കാരം നേടുമ്പോൾ അത് പത്മശ്രീയുടെ തിളക്കം കൂടി ഏറ്റുന്നുണ്ട്. സമാനതകളില്ലാത്ത ഉൾക്കരുത്തിന്റെ പ്രതീകമാണ് KV റാബിയ. കല്ലിലടിച്ച പൂക്കുല പോലെ തകർന്നെന്നു കരുതിയ ജീവിതത്തിൽ നിന്ന് ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റ അത്ഭുത വനിതയാണ് KV റാബിയ എന്ന മനുഷ്യസ്നേഹി. ഉള്ളുപൊള്ളിക്കുന്ന ജീവിതാനുഭവങ്ങൾക്കിടയിലും സമാനതകളില്ലാത്ത ഉൾക്കരുത്ത് കാണിച്ച് പ്രതിസന്ധികളോട് പോരാടിയ റാബിയയെ തേടി സാമൂഹ്യ പ്രവർത്തനത്തിനുള്ള പത്മശ്രീ പുരസ്കാരം തേടിയെത്തുമ്പോൾ അതുവഴി പത്മശ്രീ പുരസ്കാരത്തിന്റെ, രാജ്യത്തിന്റെ, കേരളമെന്ന ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ, തിരൂരങ്ങാടി എന്ന മാനവസ്നേഹികളുടെ തുരുത്തിന്റെ തിളക്കം 1000 വൈരങ്ങളെക്കാൾ ശക്തിയിൽ വർദ്ധിക്കുകയാണ്. കാലുകൾക്കു പകരം കൈകളും, അതും നഷ്ടമാകുമ്പോൾ ബുദ്ധിയും കരുത്താക്കി മുന്നേറണമെന്ന റാബിയയുടെ തന്നെ വാക്കുകൾ അവരുടെ ജീവിതാനുഭവം തന്നെയാണ്. ജീവിതത്തെ തന്നെ പിടിച്ചുലച്ച പരീക്ഷണങ്ങൾക്കിടയിൽ വെന്തുരുകുമ്പോഴാണ് റാബിയയെ തേടി പുരസ്കാര വാർത്തയെത്തുന്നത്. കടന്നുപോയ സമാനതകളില്ലാത്ത വൈഷമ്യങ്ങളെക്കുറിച്ച് റാബിയ തന്നെ പറയട്ടെ. എൻ്റെ ജീവിതത്തിൽ ഇന്നും പരീക്ഷണങ്ങളാണ്. അതിനൊക്കെ തരണം ചെയ്ത് ആ പ്രയാസങ്ങളല്ലാതാക്കിയാണ് എൻ്റെ ജൈത്രയാത്ര മുന്നോട്ട് നിൽക്കുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം 2021 എന്നെ സംബന്ധിച്ചിടത്തോളം അതിതീക്ഷ്ണമായ, അതിദാരുണമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഞങ്ങളെ കുടുംബം കഴിഞ്ഞു പോയത്. കാരണം ഒരു അമ്മായി മരിച്ചു, പിന്നെ 2 അനിയത്തിമാർ കോവിഡിൽ മരിച്ചു. 2 ആഴ്ച മുമ്പ് കുട്ടികളില്ലാത്ത ഒരു അനിയത്തി ഉണ്ടായിരുന്നു. അവളുടെ ഭർത്താവ് മാത്രമായിരുന്നു അവളുടെ ആശ്രയം. അദ്ദേഹം അറ്റാക്കിലൂടെ മരിച്ചു. പിന്നെ റാബിയാത്തയുടെ ആരോഗ്യാവസ്ഥ, നട്ടെല്ല് അതേ കേടാണ്. ഇപ്പോൾ ഇത് ഫുള്ള് ഡാമേജായി. വയറിന് പച്ച ചോറ് മാത്രം നിന്നുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ ജീവിതം. രക്തമില്ലായിട്ട് രക്തക്കുറവിന് അതിനുള്ള ഗുളിക കഴിച്ചുകൊണ്ടാണ്, വേറെ ഒന്നും ഭക്ഷണം. പിന്നെ അതേപോലെ യൂറിൻ ഇൻഫെക്ഷൻ ഒന്നും ഇതുവരെ ഇല്ലാത്തതാണ്. ഇപ്പോൾ പ്രതിരോധശേഷി ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ അനിയത്തിമാർ കോവിഡിൽ മരിച്ചു. എനിക്കും കോവിഡ് വന്നിരുന്നു. അത് ന്യൂമോണിയ ആയിരുന്നു. പക്ഷേ ന്യൂമോണിയയിൽ ഞാൻ തൽക്കാലം തട്ടിപ്പോയില്ല. പക്ഷേ മരണം തൊട്ട് പിന്നിലുണ്ടെന്ന് അതിശക്തമായി ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അതിനിടയിലും എനിക്ക് നമുക്ക് ഈ ഒരു അവസ്ഥയിലും ബാക്കിയായി. പക്ഷേ കഫക്കെട്ടിൻ്റെ പ്രയാസം അന്ന് മുതൽ മാറുന്നില്ല. അപ്പോൾ ഇത്രയും പ്രയാസഘട്ടത്തിൽ പക്ഷേ ഞങ്ങളെ കുടുംബം പോലെ തന്നെ സമൂഹത്തിലെ വിഷമം അനുഭവിക്കുന്ന എല്ലാവരും വരുമ്പോൾ ആരുടെയും കൈ ഞാൻ തട്ടാറില്ല. ഞാൻ സമൂഹത്തിൽ അവരുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ എൻ്റെ കുടുംബം വലിക്കും, അവരെയും വലിച്ചുകൊണ്ട് എത്രയും വയ്യാത്ത, ഇത്രയും ദാരുണമായ ശരീരം കൊണ്ട് പോകുമ്പോൾ എനിക്ക് ഈ ഒരു അവാർഡ്, സമൂഹത്തിൻ്റെ തണലിലാണ് ഞാൻ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തത്. പക്ഷേ ഈ ഒരു അവാർഡിന് സമൂഹത്തിൻ്റെ താങ്ങും തണലും പരിഗണനയും സ്നേഹവും ഒന്നുകൂടി ദൃഢമായി ബലപ്പെടും എന്നൊരു അവാർഡായതുകൊണ്ട് ഇതിൽ എനിക്ക് എൻ്റെ ജൈത്രയാത്ര വീട്ടംഗങ്ങളെയും സമൂഹത്തിലെ ദുർബലരെയും വലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആ പ്രയാണത്തിന് ഒരു നല്ല വഴിയാകും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പ്രാർത്ഥനയും അചഞ്ചലമായ ദൈവവിശ്വാസവുമാണ് റാബിയയുടെ കരുത്ത്. ചിറകടിച്ചു പറക്കേണ്ട പ്രായത്തിൽ ചിറകറ്റു വീണപ്പോഴും ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തു പറക്കാൻ കരുത്തു നൽകിയത് അടിയുറച്ച ദൈവവിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് റാബിയ പറയുന്നു. പ്രാർത്ഥനയും വായനയും ഞാൻ നല്ല വായിക്കുന്ന കൂട്ടത്തിലാണ്. പിന്നെ ഞാൻ നല്ല ദൃഢമായ ഒരു ദൈവവിശ്വാസിയാണ്. അപ്പോൾ പ്രാർത്ഥനയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഞാൻ എൻ്റെ വീട്ടംഗങ്ങളോട് പറയും, ഭൂതകാല സ്മരണകളിലേക്കല്ല മനസ്സ് കൊണ്ടുപോകേണ്ടത്, മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഇനി എത്രയുണ്ട്. നിങ്ങളിപ്പോൾ ഇങ്ങനെ വിലപിക്കുന്നു, പക്ഷേ ഈ കോവിഡിൽ ഇനി ആരൊക്കെ തട്ടിപ്പോകുമെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഉള്ള കാലം നല്ല വാക്ക് പറയാം, നല്ലത് ചെയ്യാൻ പറ്റുന്ന ആർക്കെങ്കിലും ചെയ്തു കൊടുക്കുക. ഒന്നുമില്ലെങ്കിൽ ആരെയും ഉപകാരം ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഉപദ്രവിക്കാതെയും മെല്ലെ നടന്ന് നീങ്ങി മുന്നോട്ട് നോക്കുക. വീഴ്ചയിൽ കൈത്താങ്ങായവർക്കാണ് തൻ്റെ പുരസ്കാരം റാബിയ സമർപ്പിക്കുന്നത്. ഒരുപാട് പേരുണ്ട്. പക്ഷേ നമുക്ക് ഒരുപാട് വക്കീൽ സമൂഹം, പോലീസ് വിഭാഗം, പോലീസ് സേന, പിന്നെ അതേപോലെ ഔദ്യോഗിക ഡിപ്പാർട്ട്മെൻറ്റുകൾ, രാഷ്ട്രീയ നേതാക്കന്മാർ, ജനകീയ നേതാക്കൾ എല്ലാവരും ഉണ്ടെങ്കിലും പിന്നെ ഒരു പിടി ആളുകൾ. പക്ഷേ എനിക്ക് മെമ്മറി പവർ ശരിക്കും പോയതുകൊണ്ട് ഞാനിപ്പോൾ ആളുകളിൽ കുറച്ച് ആളുകളുടെ പേര് പറഞ്ഞാൽ ബാക്കിയുള്ളവരെ ഞാൻ വിട്ടുപോകും. കുടുംബമുണ്ട്, പിന്നെ ഇവരും
പിന്നെ ഇതാ ഇവർ ബേക്കലുണ്ട്. ഇപ്പോൾ ഇതൊക്കെ ബഷീറാക്ക ഞങ്ങൾ ഒരു മോൻ്റെ കല്യാണം കഴിഞ്ഞതാണ്. അത് ഒപ്പം എന്നെപ്പോലെ തന്നെ നല്ല വിശ്വാസികളായ മനുഷ്യരായതുകൊണ്ട് അവരെൻ്റെ ആ പ്രയാസഘട്ടങ്ങളൊക്കെ കണ്ടറിഞ്ഞ് തരണം ചെയ്ത് ഞാൻ അവരെയും അവരെന്നെയും അംഗീകരിച്ചുകൊണ്ടും മാനിച്ചുകൊണ്ടും പരസ്പരം സഹകരിച്ചുകൊണ്ടും താങ്ങിക്കൊണ്ടുള്ള ജീവിതമായതുകൊണ്ട് അവരോട് കടപ്പാടുണ്ട്. മുന്നിൽ കാണുന്നത് മാത്രമല്ല, അതിനും അപ്പുറം ജീവിതമുണ്ടെന്ന സന്ദേശം കൂടി പുതുതലമുറയ്ക്ക് റാബിയ പകർന്നു നൽകുന്നുണ്ട്. അവർ ഈ മുന്നിൽ കണ്ടതാണ് ജീവിതമെന്ന് തെറ്റിദ്ധരിക്കുന്നു. അപ്പം അതുകൊണ്ടാണല്ലോ മാതാപിതാക്കളെ ധിക്കരിച്ച് കോടതി വളപ്പിനുള്ളിൽ പോലും അത്രയും ബോധം കെട്ട് കണ്ണീരിലായിരുന്ന മാതാപിതാക്കൾ ആർത്തട്ടഹസിച്ചാലും കരഞ്ഞ് വിലപിച്ചാലും സമൂഹത്തിന് മുന്നിൽ അവർ പ്രഹസനായാലും അവർ വിഡ്ഢികളായാലും ഒന്നും ജന്മം നൽകിയ മക്കൾക്ക് യാതൊരു കുലുക്കവുമില്ല. എനിക്ക് അയാളെ മതി, എനിക്ക് അവനെ മതി, എനിക്ക് അവളെ മതി, ആ ജാതി മാറിയാൽ പോലും കുഴപ്പമില്ലാതെ അങ്ങനെ പോകണം. പക്ഷേ ഇസ്ലാം മത വിശ്വാസപ്രകാരം മാതാപിതാക്കളുടെ കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണീര് വീഴ്ത്തി അല്ലെങ്കിൽ അവർക്ക് വിസമ്മതമായൊരു കല്യാണം ഒരു മനുഷ്യൻ നടത്തിയാൽ അത് എന്തായാലും ആ ഭാവി തുലയും. അത് പെട്ടെന്ന് മാതാപിതാക്കളെ വിഷമിപ്പിച്ചിട്ടുള്ള മക്കൾക്ക് ആയുസ്സില്ല എന്നാണ് ഒന്ന്. ഭൂമിയിൽ നിന്ന് തന്നെ പരീക്ഷിക്കും. അതേപോലെ മാരക രോഗങ്ങൾ നൽകിയിട്ട് പിന്നെ സാമ്പത്തിക ഞെരുക്കം നൽകിയിട്ട് അപ്പോൾ ഇത് ഭയക്കുന്ന ഇത് ഒരു കടുകുമണിയോളം വിശ്വാസത്തിൻ്റെ തരിയുള്ള ഹൃദയമുള്ള യുവാക്കളും യുവതികളും ഇതിന് ഒരുങ്ങില്ല. അതേപോലെ തന്നെയല്ല. അപ്പോൾ അവർക്ക് ഈ മുന്നിൽ കാണുന്നതൊക്കെ കണക്കൂട്ടി ഇത് മാത്രമേ ഉള്ളൂ. ഓരോരോ അമേരിക്കൻ ശൈലിയിൽ അമേരിക്കൻ സ്റ്റൈലിലുള്ള ജീവിതം. അപ്പോൾ അവർക്ക് മനസ്സ് മടുക്കും. പിടിച്ചു നിൽക്കാൻ ഒരു ഇതുമില്ല. ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ മനുഷ്യനെ ഈ ഇതിൽ ഞാൻ പിടിച്ചു നിന്നത് അതുകൊണ്ടാണ്. തിരൂരങ്ങാടിക്കടുത്ത് വെള്ളിലക്കാട് എന്ന ഗ്രാമത്തിൽ 1966 KV റാബിയ എന്ന നാട്ടുകാരുടെ പ്രിയപ്പെട്ട റാബിയാത്തയുടെ ജനനം. PSMO കോളേജിൽ പഠിക്കുന്ന കാലത്ത് വിധി പോളിയോയുടെ രൂപത്തിൽ റാബിയയുടെ ചലനശേഷി കവർന്നെടുത്തു. 17-ാം വയസ്സിൽ പഠനം അവസാനിപ്പിച്ച് വീൽ ചെയറിലേക്ക്. 1990 ജൂണിൽ സംസ്ഥാനത്ത് തുടങ്ങിയ സാക്ഷരതാ യജ്ഞം നാടിൻ്റെ മാത്രമല്ല KV റാബിയയുടെ കൂടി വിധി മാറ്റിയെഴുതി. വീൽ ചെയറിലെത്തി അക്ഷരങ്ങളെ പരിചയപ്പെടുത്തിയ റാബിയ ടീച്ചർ തിരൂരങ്ങാടിക്കു മാത്രമല്ല നാടിനൊന്നാകെ അത്ഭുതമായി. 8 വയസ്സുകാരിക്കും 90 വയസ്സുകാരിക്കും ഒരേ സമയം അക്ഷരങ്ങൾക്കായി വീൽ ചെയറിൽ നടന്ന് വഴിവെട്ടി റാബിയ ടീച്ചർ. 1994 കേന്ദ്ര മാനവവിഭവ വകുപ്പിന്റെ നാഷണൽ യൂത്ത് പുരസ്കാരം, 2000 കേന്ദ്ര ശിശുവികസന വകുപ്പിന്റെ കണ്ണകി സ്ത്രീശക്തി പുരസ്കാരം എന്നിവ റാബിയയ്ക്ക് ലഭിച്ചു. ഇതിനെല്ലാം പുറമെ അനവധി കേന്ദ്ര സംസ്ഥാന അവാർഡുകളും റാബിയയ്ക്ക് ആദരമായി ലഭിച്ചു. ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ പുരസ്കാരമായ പത്മശ്രീ കൂടി ലഭിക്കുന്നതോടെ KV റാബിയ എന്ന പേര് ചരിത്രത്തിൽ തങ്കലിപികളിൽ രേഖപ്പെടുത്തുകയാണ്. തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങൾ പൊള്ളിക്കുമ്പോഴും സമൂഹത്തിനും അക്ഷരങ്ങൾക്കുമായി ജീവിതം ഒഴിഞ്ഞുവെച്ചയാളാണ് KV റാബിയ എന്ന നാട്ടുകാരുടെ പ്രിയപ്പെട്ട റാബിയാത്ത. വർഷങ്ങൾ നീണ്ട തവൻ്റെ സബര്യക്കൊടുവിൽ പത്മശ്രീയുടെ പുരസ്കാരം തേടിയെത്തുമ്പോൾ അത് അർഹിച്ച കൈകളിലേക്ക് തന്നെയാണ് എത്തുന്നതും. മലപ്പുറം ജില്ലയ്ക്ക് കൂടി അഭിമാനമാവുകയാണ് റാബിയാത്തയുടെ ഈ പുരസ്കാര നേട്ടം.